ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ എ കണ്ടക്ടർ ആണ് നമ്മൾ ചെയ്തു വന്നത്. ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു? അവിടെ നമ്മളൊരു റോ എഫ് ചാർജ് ഡെൻസിറ്റി ഉണ്ടെന്നും കറണ്ട് ഡെൻസിറ്റി ജെ എഫ് ഉണ്ടെന്നും പറഞ്ഞു. അത് വെച്ച് മാക്സ്വെൽസ് ഇക്വേഷൻസ് എഴുതി. അത് കഴിഞ്ഞ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡെൽ ഡോട്ട് ജെ എഫ് ഈക്വൽ ടു മൈനസ് ഡോ റോ എഫ് ബൈ ഡോ ടി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എഴുതി പോന്നു. അതിനുശേഷം റോ എഫ് 0 ആകുന്ന കേസിലുള്ള ഇക്വേഷൻ എടുത്തു. അതിൻ്റെ കെയിൽ നിന്ന് ഡെൽ ക്രോസ് സിയുടെയും ഡെൽ ക്രോസ് ബിയുടെയും ജനറൽ ഇക്വേഷൻ എഴുതി. അതിനകത്തുനിന്ന് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വാല്യൂ ഇയുടെയും ബിയുടെയും വാല്യൂ എഴുതി. അങ്ങനെ എഴുതിയപ്പോൾ അതിനകത്ത് കെ വെക്ടറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അതായത് ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇ ഓഫ് ഇസഡ് ടി ആയിരുന്നെങ്കിൽ ഇ ഓഫ് ഇസഡ് ടിയുടെ വാല്യൂ പറഞ്ഞേ അർത്ഥന. ഇ ഓഫ് ഇസഡ് ടി എത്ര നമ്മൾ എഴുതിയേ? E0 e raised to I into E0 e raised to I into kz minus omega t. ഇനി അവിടുത്തെ കെ എന്നാന്ന് നമ്മൾ പറഞ്ഞത്? കെ ഒരു കോംപ്ലക്സ് നമ്പർ ആണല്ലേ. കണ്ടക്ടറിലാകുമ്പം ഈ കെ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പൊ അതിന് ബോത്ത് റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. അപ്പൊ റിയൽ പാർട്ടിനെ നമ്മൾ സാധാരണ വേവ് വെക്ടർ കെ എന്നും ഇമാജിനറി പാർട്ടിനെ ഐ ഇൻറ്റു കാപ്പ, ഈ ഒരു ഫോമുലയിൽ എഴുതിയേ, കാപ്പ എന്നും കൊടുത്തു. അങ്ങനെയെങ്കിൽ കെയുടെയും കാപ്പയുടെയും വാല്യൂ എഴുതി തന്നായിരുന്നു ഇക്വേഷൻ നമ്പർ 51. അവിടം വരെയല്ലേ എഴുതിയത് അല്ലേ? ഇക്വേഷൻ നമ്പർ 51 വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയത്? സോ ഇനി പറയുന്നത് ഈ ഇമാജിനറി പാർട്ട്, അതായത് കെ വെക്ടറിന്റെ ഇമാജിനറി പാർട്ട് ഓഫ് ദ കെ വെക്ടർ റിസൾട്ട് ആൻഡ് അറ്റിനുവേഷൻ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പം ഒരു നോൺ കണ്ടക്റ്റിംഗ് മീഡിയ അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്റിംഗ് മീഡിയയിൽ നമ്മൾ നേരത്തെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രൊപ്പഗേഷൻ പറഞ്ഞപ്പം അതിങ്ങനെ ഇലക്ട്രിക് ഫീൽഡിനും ഇലക്ട്രിക് ഫീൽഡ് ഹലോ പറഞ്ഞോ. സാറേ ബിനില് പുറത്തു പോയി, ഒന്ന് റൂമിലേക്ക് ആഡ് ചെയ്യാവെന്ന് ചോദിച്ചായിരുന്നു. ലെഫ്റ്റ് ആയി പോയെന്ന്. ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ വന്നോളൂ. അപ്പൊ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഇസഡ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസിലാണെന്ന് ഇരിക്കട്ടെ. ഇങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇപ്പം ഈ ആക്സിസിൽ ഇങ്ങനെ ഇതിനിങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരച്ചാൽ അത് കൃത്യമായിട്ട് അങ്ങ് പോവുമായിരുന്നു അല്ലേ? അതിന് അറ്റിനുവേഷൻ ഒന്നും ഇല്ലായിരുന്നു അല്ലേ? വേവ് എത്രയുണ്ടായിരുന്നോ ആ വേവ് പൂർണ്ണമായിട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങ് പോവായിരുന്നു. അതായിരുന്നു ഒരു നോൺ കണ്ടക്റ്റിംഗ് മീഡിയയിൽ അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്റിംഗ് മീഡിയയിൽ ഉണ്ടായിരുന്ന പ്രത്യേകത. പക്ഷേ ഇൻ എ കണ്ടക്റ്റിംഗ് മീഡിയ ഇവിടെ വരുമ്പോൾ എന്തുണ്ടാകും എന്നാ പറഞ്ഞത്? ഡ്യൂ ടു ദിസ് ഇമാജിനറി പാർട്ട് കെ വെക്ടറിലെ ഐ ഇൻറ്റു കാപ്പ എന്ന് അങ്ങനെ വിളിച്ച നമ്മൾ ഐ ഇൻറ്റു കാപ്പ എന്ന് എഴുതിയ ക്വാണ്ടിറ്റി മൂലം ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് എന്ത് സംഭവിക്കും? ഒരു അറ്റിനുവേഷൻ ഉണ്ട്. അറ്റിനുവേഷൻ എന്ന് പറഞ്ഞാൽ എന്നാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അറ്റിനുവേഷൻ. ഹരി, അറ്റിനുവേഷൻ എന്ന് പറഞ്ഞാൽ എന്നാണ്? ഡിസ്റ്റർബൻസ് അല്ല, സൗണ്ടും അങ്ങനെയൊക്കെ ചേരുമ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും. അതല്ലേ അറ്റിനുവേഷൻ. എനർജി ലോസ് ഉണ്ടാവും. ഇങ്ങനെ ഇരിക്കും ഒരു വേവ് അറ്റിനുവേഷൻ ആകുക എന്ന്. അപ്പൊ ഇവിടെ അതാണ് സംഭവിക്കുന്നത്. അപ്പം ശരിക്കും കണ്ടക്ടറിൽ മുമ്പ് എഴുതിയതിനകത്ത് വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നേരത്തെ എഴുതിയ ഇയുടെയും ബിയുടെയും ഇക്വേഷന് പകരം ഇതിപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വരച്ചു. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ
എന്ത് സംഭവിക്കും? ഇതിനൊരു അറ്റിനുവേഷൻ ഉണ്ടാവും. ഉണ്ടോ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ എ കണ്ടക്റ്റിംഗ് മീഡിയ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോർഷൻ, in a conducting media, the imaginary part of the K vector, the imaginary part of the K vector. ഈ ഓരോന്ന് ശ്രദ്ധിച്ചോണേ. ഇതെന്ന് പറഞ്ഞാൽ മൊത്തമുള്ള കെയുടെ വാല്യൂ എഴുതിയത് കെ വെക്ടർ ആയിട്ട് ഇങ്ങനെ. സ്മോൾ കെ എന്ന് പറയുന്നത് എന്നായിരുന്നു? ഇത് അതിൻ്റെ റിയൽ പാർട്ട്. ഇങ്ങനെ എഴുതിയത് അതിൻ്റെ ഇമാജിനറി പാർട്ട്. ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ വേറൊരു കെയും കൂടി എഴുതും. ഇതെല്ലാം ഇവിടെ കൺഫ്യൂഷൻ ആയി പോകും. സോ കൃത്യമായിട്ട് ഓർക്കുക, കെ വെക്ടറിന് 2 പാർട്ടുണ്ട്, റിയൽ, ഇമാജിനറി. കെ നമ്മൾ പറയുന്ന സാധാരണ വേവ് വെക്ടർ എന്ന് പറയുന്ന റിയൽ പാർട്ട്, കാപ്പ എന്ന് പറഞ്ഞു എഴുതിയത് ഇമാജിനറി പാർട്ട്. ദിസ് ഇമാജിനറി പാർട്ട് ഓഫ് ദ വേവ് വെക്ടർ അതേതാണ്? കാപ്പ. കാപ്പ റിസൾട്ട് ആൻ അറ്റിനുവേഷൻ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. Results an attenuation. Attenuation of the electromagnetic wave in Z direction എന്ന് പറയത്തില്ലേ? Z ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പം എങ്ങനെ പറ്റും? ഇങ്ങനെ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അറ്റിനുവേറ്റഡ് ആയിട്ട് ഇങ്ങനെ പോകും. അല്ലെങ്കിൽ ഡിക്രീസിങ് ആംപ്ലിറ്റ്യൂഡ് വിത്ത് ഇൻക്രീസിങ് ഇസഡ്. ഇസഡ് കൂടുന്നതനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. ഡിക്രീസിങ് ആംപ്ലിറ്റ്യൂഡ് വിത്ത് ഇൻക്രീസ് ഇൻ ഇസഡ് വാല്യൂ കേട്ടോ. ഇസഡ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. അങ്ങനെയെങ്കിൽ നോക്കണം, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എഴുതുന്നത് മാറ്റം വരും. ഇ ഓഫ് ഇസഡ് ടി ഈസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ എങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്? E0 e raised to I into kz minus omega t. അതിൻ്റെ കൂടെ ഒരു അറ്റിനുവേഷൻ ഫാക്ടർ വരും. E0 into e raised to മൈനസ് ഇമാജിനറി പാർട്ടിൻ്റെ കെ കാപ്പ ഇൻറ്റു ഇസഡ്, അത്രയാണ് അറ്റിനുവേഷൻ ഫാക്ടർ. ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു കെ ഇസഡ് മൈനസ് ഒമേഗ ടി. മനസ്സിലായോ ബിനിലെ? അറ്റിനുവേഷൻ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയാൻ വേണ്ടി കണ്ടക്ടറിലെ ഇലക്ട്രിക് ഫീൽഡ് എഴുതി കഴിയുമ്പം ഒരു അറ്റിനുവേഷൻ ഫാക്ടറും കൂടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനിൽ വരും. കിട്ടിയോ ബിനിലെ? അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ് എങ്ങനെയായിരിക്കും? ഇൻ ദ കേസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ബി ഓഫ് ഇസഡ് ടി ഈസ് ഈക്വൽ ടു B0, സെയിം അറ്റിനുവേഷൻ ഫാക്ടർ, ഇ റൈസ് ടു മൈനസ് കെ ഇസഡ് ഇ റൈസ് ടു ഐ ഇൻറ്റു കെ ഇസഡ് മൈനസ് ഒമേഗ ടി. നോക്കിക്കോണം, രണ്ടും 2 കെ. ഇത് ഏതാണ് ആര്യ? ഇത് ഏത് കെ ആണ്? ഇത് അത് ഏതാന്ന് പറ. ഇമാജിനറി പാർട്ട് അല്ലേ? നമ്മൾ കെ വെക്ടർ എഴുതിയപ്പം കെ വെക്ടറിനെ കെ പ്ലസ് കാപ്പ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇമാജിനറി പാർട്ടാണ്. അപ്പൊ എന്ത് സംഭവിപ്പിക്കുന്നത്? അറ്റിനുവേഷൻ സംഭവിക്കും. ഇത് നമ്മുടെ വേവ് ഇക്വേഷനകത്ത് വരുന്ന കെ ഏതാണ്? നമ്മുടെ റിയൽ പാർട്ട് അല്ലെങ്കിൽ വേവ് വെക്ടർ. ക്ലിയർ ആയോ? ശരിക്കും പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് എഴുതിയാൽ തന്നെ നല്ലൊരു പാർട്ടായി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 52. എന്തെങ്കിലും സംശയം ഉണ്ടോ? അതായത് വാക്വത്തിലെ പോലെയോ ഇൻസുലേറ്റിംഗ് മീഡിയയിലെ പോലെയോ അല്ല, ഒരു കണ്ടക്റ്റിംഗ് മീഡിയയിലൂടെയാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പോകുന്നതെങ്കിൽ ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഇക്വേഷൻ E0 e raised to I kz minus omega t ക്ക് പകരം E0 e raised to kappa z into e raised to I kz minus omega t എന്നാകും. അതിനകത്ത് ഈ പാർട്ട് എത്രയാണോ അതിനനുസരിച്ച് ഈ വേവിന് ഇതാ ഇങ്ങനെ
അറ്റിന്യൂവേഷൻ സംഭവിക്കും. ഓർ എക്സ്പോണൻഷ്യൽ ആയിട്ട് ഇങ്ങനെ ഒരു കുറവുണ്ട്. അതാണ് ഇ റേസ് ടു മൈനസ് ഡിക്രീസിങ്. ഇങ്ങനെയാണ് ഇ റേസ് ടു പോസിറ്റീവ് എന്ന് പറയും. ഇ റേസ് ടു പോസിറ്റീവ് ഗ്രാഫ് ഇങ്ങനെ വന്ന് കുറയുന്നത് ഇ റേസ് ടു നെഗറ്റീവ് എക്സ്പോണൻഷ്യൽ മൈനസ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ കണ്ടക്ടറിലാകുമ്പം ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് എന്ത് പറ്റും? ഇലക്ട്രോമാഗ്നറ്റിന്റെ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് മീഡിയത്തിൽ കയറിയിട്ട് മുമ്പോട്ട് പോകുന്നതനുസരിച്ച് കുറഞ്ഞു വരും. ക്ലിയർ ആയോ? സ്കിൻ ഡെപ്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞു 1/, അതായത് നമ്മളൊരു കണ്ടക്റ്റീവ് മീഡിയത്തിലോട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കയറി കഴിഞ്ഞാൽ അതിന് അറ്റ്യൂനുവേഷൻ സംഭവിക്കും. ഇ ഈക്വൽ ടു E0 ഇ റേസ് ടു മൈനസ് കാപ്പ ഇസഡ് ഇ റേസ് ടു ഐ ഇൻറ്റു കെ ഇസഡ് മൈനസ് ഒമേഗ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ദ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് വരെ. ഇപ്പൊ കണ്ടക്ടറിൽ ഇവിടുന്നാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കയറുന്നതെങ്കിൽ ഇവിടെ 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇസഡ് ആക്സിസ് സ്റ്റാർട്ട് ചെയ്ത് എത്ര ഡിസ്റ്റൻസ് ചെല്ലുമ്പോഴാണ് ആംപ്ലിറ്റ്യൂഡ് 1/e ടൈംസ് കുറയുന്നത്. ദാറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് it reduces the amplitude by a factor 1/e. 1/e. അതാണ് ഞാനിപ്പോൾ 1/eയുടെ വാല്യൂ ചോദിച്ചത്. ഇയുടെ വാല്യൂ 2.7 എന്ന് കൊടുത്താൽ 1/e എന്ന് പറയുന്നത് 0.369. അത്രയും വാല്യൂ കുറയാൻ വേണ്ടി 1/e ഫാക്ടർ കുറയാൻ വേണ്ടി എത്ര ദൂരം സഞ്ചരിക്കുന്നു അതിനെ വിളിക്കുന്ന പേരാണ് സ്കിൻ ഡെപ്ത്. സ്കിൻ ഡെപ്ത് ഓഫ് എ കണ്ടക്റ്റീവ് മീഡിയ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് 1/e ആയിട്ട് കുറയാൻ ആ മീഡിയത്തിലൂടെ എത്ര ദൂരം സഞ്ചരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ഡി. ഡി ഈസ് ഈക്വൽ ടു 1/kappa. That is the skin depth of our conducting medium. മനസ്സിലായില്ലേ? ഇത് നമ്മളുടെ കാപ്പ അല്ലെങ്കിൽ അറ്റിന്യൂവേഷൻ ഫാക്ടർ. പക്ഷെ നമ്മുടെ സാധാരണ കെ എഴുതിയില്ലേ? ഇപ്പൊ കെ വെക്ടർ ഈസ് ഈക്വൽ ടു കെ പ്ലസ് ഐ ഇൻറ്റു കാപ്പ എന്നാണ്. ഇനി പറയുന്നത് ഈ കെയുടെ കാര്യം. സാധാരണ കെ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? നമ്മൾ നേരത്തെ എഴുതിയ കെ തന്നെ. ആക്ച്വലി meanwhile വ്യത്യസ്തം. ഇത് കെ is used to determine our lambda, nu and refractive index. അതിനൊരു മാറ്റവും ഇല്ല. മുമ്പത്തെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ നമ്മൾ കെ ഉപയോഗിച്ചാണ്. ഇപ്പം ലാംഡ ആണെങ്കിൽ എങ്ങനെയായിരുന്നു? കെ ഈക്വൽ ടു 2π/λ അല്ലേ? ഒമേഗ ആയിരുന്നെങ്കിൽ ഒമേഗ ഈക്വൽ ടു വി ഇൻറ്റു കെ. പിന്നെ ഏത് റിലേഷൻ ഉണ്ട്? ഒമേഗ ഈക്വൽ ടു വി ഇൻറ്റു കെ ആണെങ്കിൽ ഒരു സി കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഒമേഗ ബൈ സി ഈക്വൽ ടു വി ബൈ സി ഇൻറ്റു കെ എന്ന് എഴുതാം. സി ബൈ വി എന്ന് പറഞ്ഞാൽ എൻ ആണ്. അപ്പോൾ 1/n ഇൻറ്റു കെ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ സി. അതിനകത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ഈക്വൽ ടു സി ബൈ ഒമേഗ ഇൻറ്റു കെ. നോക്കിക്കേ, എൻ ന്യൂ ലാംഡ, ന്യൂ ഈക്വൽ ടു സി ലാംഡ വിട്ടേര്. ഒമേഗ ഈക്വൽ ടു വി ഇൻറ്റു കെ. ഇപ്പോൾ വെലോസിറ്റി, ലാംഡ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് ഏത് കെ ഉപയോഗിച്ചാണ്? പിന്നിൽ നമ്മളുടെ നമ്മളുടെ പ്രൊപ്പഗേഷൻ വെക്ടറിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ അതല്ലേ കുറച്ചുകൂടെ ഒരു എന്നാ പറയണം, ഒരു പെർഫെക്റ്റ് ആവും. റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ ഇത് മാത്രമാവും. ഇതും ആക്ച്വലി പ്രൊപ്പഗേഷൻ വെക്ടർ ഇങ്ങനെയായി മാറും. അതിന് രണ്ട് പാർട്ടുണ്ട്, റിയൽ പാർട്ട്. ഇതിനെ നമ്മൾ വേവ് വെക്ടറിലെ പ്രൊപ്പഗേഷൻ വെക്ടറിനാലും തെറ്റൊന്നുമില്ല.
അങ്ങനെ പറഞ്ഞതും ശരിയാണ്, പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ ആവും അല്ലേ. ഈ കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലാംഡ, വെലോസിറ്റി എൻ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. അത് ഈ പറയുന്ന റിലേഷൻ, നമ്മൾ നേരത്തെ ഉപയോഗിച്ച റിലേഷൻ തന്നെ ഉപയോഗിച്ച് എല്ലാം കണ്ടുപിടിക്കാം. ഈ കാപ്പ എന്ന് പറയുന്ന ഫാക്ടർ ഉപയോഗിച്ചാണ് അറ്റിനുവേഷൻ റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ അറ്റിനുവേഷൻ ഫാക്ടർ പറയുന്നത് കാപ്പ ഉപയോഗിച്ച. ക്ലിയർ അല്ലേ? നൗ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ വേവ് പോളറൈസേഷൻ നടക്കുന്നു. എക്സ് ആക്സിസിലാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ്, വൈ ആക്സിസിലാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റ് എന്ന് എഴുതാം. സോ നൗ കൺസിഡർ the electromagnetic wave which is polarized in x direction. Electric field is polarized in x direction and magnetic field is in the y direction and propagation is in the z direction. Then the electric field component, എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ആക്സിസിലാണെങ്കിൽ മുമ്പേ എഴുതിയ 52 എന്ന് പറഞ്ഞ ഇക്വേഷനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇലക്ട്രിക് ഫീൽഡിന്റെ ടേമിൽ ഇ ഓഫ് ഇസഡ് ടി ഈസ് ഈക്വൽ ടു E0 e raised to minus kappa z into e raised to I into kz minus omega t into unit vector x. That is in the x-axis. ശരിയല്ലേ? എക്സ് ആക്സിസിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ് എഴുതാൻ വേണ്ടി ആ വേവ് വെക്ടർ, ആ കമ്പോണന്റിലുള്ള എക്സ് കമ്പോണന്റിലെ വേവ് വെക്ടർ കമ്പോണന്റ് എടുത്താൽ മതി. സോ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ബി ഓഫ് ഇസഡ് ടി ആണെങ്കിലോ, പറഞ്ഞ ആരെങ്കിലും ബി ഓഫ് ഇസഡ് ടി? ഹരി. B0 e raised to minus kz. ഇതൊക്കെ ഏത് കെ ആണെന്ന് അറിയാലോ അല്ലേ? ഇമാജിനറി. വെരി ഗുഡ്. ഇ റേസ് ടു ഐ ഇൻറ്റു ഇതോ kz minus omega t. kz minus omega t ഇൻറ്റു എന്ത് പറ്റും? y. ഇനി നോക്കിയേ, പോവല്ലേ ഹരി? ഈ ബീനെ ഇയിലോട്ട് തന്നെ എഴുതുമായിരുന്നല്ലോ നമ്മള്. അതെങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്? 1/v0. വെരി ഗുഡ്. 1/v ഇൻറ്റു E0 എന്ന് എഴുതാം അല്ലേ? That is equal to 1/v into E0 sorry e raised to minus kz കാപ്പയാണ് e raised to I into kz minus omega t into y. ശരിയല്ലേ? ഈ 1/v-നെ ഒമേഗ ഈക്വൽ ടു v ഇൻറ്റു k ആണെങ്കിൽ 1/v നമുക്ക് എങ്ങനെ എഴുതാം? k ബൈ ഒമേഗ എന്ന് എഴുതാം. ശരിയല്ലേ? ഇവിടെ കൊടുക്കുമ്പോൾ ഈ k ഫുൾ വെക്ടർ ആയിട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/vക്ക് വരാൻ k ബൈ ഒമേഗ, k വെക്ടർ വന്നു, ഇൻറ്റു E0 e raised to minus the imaginary part kappa z e raised to I into the real part kz minus omega t into y. That is B of z. So this 53 is also 53. Clear ആയില്ലേ? ഈ മൂന്നെണ്ണത്തിന്റെ വ്യത്യാസം അറിയണം. ഇത് കെ വെക്ടർ, ഇത് അതിന്റെ ഇമാജിനറി പാർട്ട് അറ്റിനുവേഷൻ, ഇത് അതിന്റെ റിയൽ പാർട്ട്. Now consider this wave vector, അതായത് കെ, നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന വേവ് വെക്ടർ കെ. That is equal to k plus I into കാപ്പ എന്ന് നമ്മൾ എഴുതി അല്ലേ? ഇതിനെ ഞാൻ ഇൻ ടേംസ് ഓഫ് മോഡുലസ് ആൻഡ് ഫേസിൽ എഴുതാൻ പോകും.
പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ മോഡുലസ് വാല്യൂ എത്രയാണെന്ന് അറിയാം? ഏതിന്റെ? വേവ് വെക്ടർ കെയുടെ മോഡുലസ് വാല്യൂ. ആ വാല്യൂവിനെ എഴുതുന്നതാണ് ക്യാപിറ്റൽ കെ. ഏതൊക്കെയായി? ക്യാപിറ്റൽ കെ ആയി, വേവ് വെക്ടർ കെ ആയി, കാപ്പയായി, സ്മോൾ കെ ആയി. ഓരോന്നും എന്നാന്നറിയാലോ ഹരി? ഓരോന്നും എന്നാന്ന് പറഞ്ഞേ? ക്യാപിറ്റൽ കെ എന്ന് പറഞ്ഞാൽ എന്നാണ്? മോഡുലസ് ഓഫ് വേവ് വെക്ടർ, സോറി കെ വെക്ടർ. ഗുഡ്. കെ വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൊപ്പഗേഷൻ വെക്ടർ തന്നെ. കാപ്പ ഇമാജിനറി പാർട്ട്, പ്രൊപ്പഗേഷൻ വെക്ടറിന്റെ ഇമാജിനറി പാർട്ട്. കെ എന്ന് പറഞ്ഞാൽ ഈ പ്രൊപ്പഗേഷൻ വെക്ടറിന്റെ റിയൽ പാർട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ മോഡുലസ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടും കൂടെ സ്ക്വയർ ചെയ്ത് റൂട്ട് എടുക്കും. റൂട്ട് ഓഫ് നിങ്ങൾക്കറിയാം കെ സ്ക്വയർ പ്ലസ് കാപ്പ സ്ക്വയർ. ഇനി നോക്കി, ഈ കെയുടെയും കാപ്പയുടെയും വാല്യൂ 51-ലില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 51 അർത്ഥന കെ ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് ആണോ സർ? രണ്ടും ഉണ്ടല്ലോ, കെയും ഉണ്ട്, ഇത് അങ്ങനെ റിയൽ പാർട്ട് പറഞ്ഞു. കെ ഈക്വൽ ടു 51-ല് രണ്ടും എഴുതി തന്നേക്കുന്നത്. റിയൽ പാർട്ടിന്റെ ഇമാജിനറി പാർട്ടിന് രണ്ട് വാല്യൂ ഉണ്ട്. വാല്യൂ പറ, നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കെ ആൻഡ് കാപ്പ ഫ്രം ഇക്വേഷൻ നമ്പർ 51. ഇക്വേഷൻ നമ്പർ 51 പറഞ്ഞാൽ മതി. ഒമേഗ റൂട്ട് ഓഫ് എപ്സിലോൺ ന്യൂ ബൈ 2 into root of 1 plus sigma by epsilon omega whole square plus 1 all raised to 1 by 2. ആ 1 വാല്യൂ അതുപോലെ തന്നെ -1 വരുന്ന ഇതിന്റെ വാല്യൂ, ഇത് രണ്ടും കൂടെയും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തെടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ്, നിങ്ങൾ ഈ വാല്യൂ എഴുതിയെടുക്കണേ, എപ്സിലോൺ ന്യൂ എന്ന് വെച്ചാൽ നിങ്ങൾ ഒത്തിരി ചെയ്യേണ്ടി വരില്ലേ, ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സിഗ്മ ബൈ എപ്സിലോൺ ഒമേഗ ഹോൾ സ്ക്വയർ. അപ്പൊ ഇതാണ് മോഡുലസ് വാല്യൂ ഓഫ് അവർ കെ വെക്ടർ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 54. ആൻഡ് ഒന്നുമില്ല, കെ വെക്ടറിന്റെ മോഡുലസ് ആണ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. അതിന്റെ രണ്ടിന്റെ സ്ക്വയർ ഇക്വേഷൻ നമ്പർ 51-ലുണ്ട്. പക്ഷെ ചെയ്താൽ എനിക്ക് തോന്നുന്നു ഒത്തിരി സമയം എടുക്കും. ചെയ്യാൻ പോകാൻ ശ്രമിക്കരുത്. ചെയ്തോ ഇരുന്നു, പക്ഷെ ചെയ്തെഴുതണമെങ്കിൽ എളുപ്പമാണ് സ്ക്വയർ ചെയ്യുമ്പം. പക്ഷെ എന്നതൊരു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വരുമ്പോഴത്തേന് നമുക്ക് എ സ്ക്വയർ പ്ലസ് അങ്ങനെ ചെയ്തു പോകേണ്ടി വരും. ഇനി ഇതിന്റെ ഫേസിന്റെ ടേം എഴുതുമ്പം ഫേസ് എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് അല്ലേ? അപ്പൊ ടാൻ ഇൻവേഴ്സ് കാപ്പ ഡിവൈഡഡ് ബൈ, ഇതാണ് നമ്മളിപ്പോ ചെയ്ത കെ വെക്ടറിനെ മോഡുലസിന്റെ ടേമിലും പിന്നെ അതിന്റെ എനി ഫേസ് ഡിഫറൻസ്, ഫൈ ഡിഫറൻസ് അല്ലെങ്കിൽ ഫൈയുടെ ടേമിലും ഉള്ള റെപ്രസെന്റേഷൻ. കെയിനെ മോഡുലസ് കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് ദിസ് വാല്യൂ, ആൻഡ് കെയുടെ അല്ലെ കെ വെക്ടറിന്റെ അകത്തെ ഫൈ ഈസ് ഈക്വൽ ടാൻ ഇൻവേഴ്സ് this value divided by this value. That means kappa divided by small k. It is also be taken as 54. നമ്മളിപ്പോ ഒരു ഫൈയുടെ വാല്യൂ എഴുതി, ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് കാപ്പ ഡിവൈഡഡ് ബൈ കെ എന്ന് പറയുന്ന വാല്യൂ എഴുതി. ഇനി ഈ ഫൈയുടെ ടേമില് നമ്മൾ ഈ ഫൈ എന്തിനാണ് ഫേസ് വ്യത്യാസം ഉണ്ടാകുന്നതെന്ന് പറയാൻ പോവാം. ഫേസ് വ്യത്യാസം ഉണ്ടാകുന്നത് ആദ്യമേ പറയാം, ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ, ഇയും ബിയും തമ്മിലാണ് ഇവിടെ ഫേസ് വ്യത്യാസം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്, രണ്ട് കമ്പൗണ്ടേ ഉള്ളൂ. ഇനി അത് നമുക്ക് പറഞ്ഞു വരണം. സോ ഇക്വേഷൻ നമ്പർ 53, ഇതും ഇ ഓഫ് ഇസഡ് ടിയുടെയും ബി ഓഫ് ഇസഡ് ടിയുടെയും, ഫ്രം ദാറ്റ് ഇക്വേഷൻ if E is equal to E0 e raised to
ഐ ഡെൽറ്റ ഇ. അതിനെ ജനറലായിട്ട് ഒരു ഷോർട്ട് ഫോം, ഇതിനെ നമ്മൾ അങ്ങോട്ട് ഒരു ഇക്വേഷൻ ഫേസ് എടുക്കാൻ വേണ്ടി കേട്ടോ, ഡെൽറ്റ വ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടി ജനറലായിട്ട് ഇക്വേഷൻ 53 റീറൈറ്റ് ചെയ്തു. റീറൈറ്റ് ഇക്വേഷൻ 53 ലൈക്ക് ദിസ്. അങ്ങനെ ഇവിടെ E0 കൊടുത്തു. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഈസ് ഈക്വൽ ടു E0 e റൈസ് ടു ഐ ഡെൽറ്റ ഇ എന്ന് കൊടുത്തു. ഈ ഡെൽറ്റ ഇക്കകത്ത് വരുന്നതാണ് ഈ ബാക്കി ടൈം മുഴുവൻ, ഇത്രയും ഭാഗം. ഇനി അങ്ങനെയെങ്കിൽ തൊട്ട് താഴെ ഈ ബി എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് എഴുതാം. B0 ഈസ് ഈക്വൽ ടു B0 e റൈസ് ടു ഐ ഡെൽറ്റ ബി. അങ്ങനെയെങ്കിൽ ഈ B0 നമ്മളിവിടെ എങ്ങനെ എഴുതിയേ? കെ ബൈ ഒമേഗ അല്ലെ, കെ ബൈ ഒമേഗ ഇ റൈസ് ടു I5 ഇൻറ്റു E0 e റൈസ് ടു ഐ ഇൻറ്റു ഡെൽറ്റ. നോക്കണം, ഡെൽറ്റ ഇ, സോറി, ഈ ഇ റൈസ് ടു ഐ ബിനെ എന്നാന്ന് എഴുതി? ഇ റൈസ് ടു ഐ ഡെൽറ്റ ഇയുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ടേമിലോട്ട് നമ്മൾ തിരിച്ചെഴുതി. അപ്പൊ നമ്മളിവിടെ ഒരു കെ ബൈ ഒമേഗ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തിനാണ് ഞാനൊരു ഇ റൈസ് ടു I5 ഇവിടെ കൂടുതലിട്ട്? ഈ ഇക്വേഷൻ ആണ് പറയുന്നത് ഇത്രയും ഫേസ് വ്യത്യാസം ഉണ്ടായി. എത്രയും? ഈ പറയുന്ന ഫൈ എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസ്. ദാറ്റ് മീൻസ് ഈ ബിയുടെ ഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയാണ് ബി ഇരിക്കുന്നതെങ്കിൽ കൃത്യം അതിന്റെ മുകളിലൂടെയാണ് ഇ എങ്കിൽ ഫേസ് 0 ആണെന്ന് പറയാം. കൃത്യം ഇതിന്റെ മുകളിൽ തന്നെ ചുവപ്പും വന്നാൽ 0 എന്ന് പറയും. ഇനി ബി ഇങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രി ആയിരുന്നപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ ഈ ഒരല്പം മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം അവിടെ ഒരു ഡെൽറ്റ ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഒന്നുമില്ല, ഈ ഇലക്ട്രിക് ഫീൽഡിനെ E0 e റൈസ് ടു ഐന്റെ എഴുതുക. B0നെ ഇതിവിടെ തന്നെ നമുക്ക് എഴുതാൻ വേണേ B0 e റൈസ് ടു ഐ ഇൻറ്റു എഴുതിയാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പൗണ്ടിലോട്ട് തിരിച്ചാക്കി കഴിയുമ്പം ബിയുടെ കൂടെ ഇ റൈസ് ടു I5 എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ടേം. ആ ടേം ആണ് അതിന്റെ ഫേസ് ഡിഫറൻസിനെ സൂചിപ്പിക്കുന്നത്. ആ ഫൈയുടെ വാല്യൂ ആണ് ദ ചേഞ്ച് ഇൻ ഫേസ്, ഓർ ഫൈ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ബി മൈനസ് ഡെൽറ്റ. ദാറ്റ് ഈസ് എ phase difference between the phase difference between the magnetic field and electric field. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒന്ന്, നമ്മൾ പറഞ്ഞത് ഒരു അറ്റിനുവേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് ഇപ്പൊ നമ്മൾ എന്നാ പറഞ്ഞത്? അറ്റിനുവേഷൻ പോലെ തന്നെ ഇയും ബിയും തമ്മിൽ എ ഫേസ് ഡിഫറൻസും ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ ഒന്നുകൂടെ ഒന്ന് റഫായിട്ട് വരച്ച് കാണിക്കാം. ഇലക്ട്രിക് ഫീൽഡ് വരച്ചാൽ അതിന് അറ്റിനുവേഷൻ ഉണ്ടാകുമായിരുന്നു, അപ്പൊ ഇങ്ങനെ പോവായിരുന്നു. മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുമ്പോൾ അപ്പൊ ഇവിടെ എന്ത് വ്യത്യാസം ഉണ്ടാകും? കൃത്യം ഇങ്ങനെ അല്ല എന്നർത്ഥം അല്ലേ, കുറച്ച് മാറി വരും. വേണേ ഇതിന്റെ 0 ആകുമ്പോൾ ഇതിന്റെ ഇവിടെ 1 തുടങ്ങും. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്ന് പോകും. വരച്ച് കാണിക്കാം കുറച്ച്. അപ്പൊ ആ രണ്ട് കൺസെപ്റ്റാണ് ഇവിടെ പറഞ്ഞത്. ഒരു കണ്ടക്റ്റിംഗ് മീഡിയയിലൂടെ പോയി കഴിയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്, ഇലക്ട്രിക് ഫീൽഡാണ് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലും അതിനൊരു അറ്റിനുവേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ അതിന് ഒരു ഫേസ് ഡിഫറൻസും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലും ഉണ്ടാകും. ക്ലിയർ ആയോ? ഈ രണ്ട് കാര്യങ്ങൾ പറയണം. ഇക്വേഷനൊക്കെ അതിനുവേണ്ടി എഴുതണമെന്നേ ഉള്ളൂ, പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. കണ്ടക്റ്റിംഗ് മീഡിയയിലാകുമ്പം അറ്റിനുവേഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ there is a phase difference between E and B also obtained. അങ്ങനെയെങ്കിൽ the real part of electric field and magnetic field എങ്ങനെയായിരിക്കും?
ഇപ്പൊ e raised to I theta is equal to cos theta plus I into sin theta. Cos component എഴുതിയാൽ മതി അല്ലേ? So E of Zt, the real electric and magnetic fields are E0 പിന്നെ attenuation factor e raised to minus kz പിന്നെ e raised to I ക്ക് പകരം cos of kz minus omega t plus. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഡെൽറ്റ ഇ ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കട്ടെ. ഫൈനെയാണ് നമ്മൾ ഡെൽറ്റ ബി മൈനസ് ഡെൽറ്റ ഇ എഴുതി. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫേസ് ഡിഫറൻസ് കമ്പോണന്റ് ഇതാ ഇവിടെ കൊടുക്കണം. ഇത് അറ്റിനുവേഷൻ ഫാക്ടർ ഡെൽറ്റ ഇ ഇൻറ്റു യൂണിറ്റ് വെക്ടർ എക്സ്. അങ്ങനെയെങ്കിൽ ബി ഓഫ് ഇസഡ് പറഞ്ഞേ ആര്യ B0 e raised minus kappa z cos of kz minus omega t plus delta b അല്ലേ? ഈ ഡെൽറ്റ ബിനെ ഡെൽറ്റ ഇയുടെ ടേമിൽ എഴുതണം, എന്നാലേ നമുക്കൊരു ഫേസ് ഡിഫറൻസ് ഓഫ് ഐ അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു B0 e raised to minus kappa z cos of ഇത് y ആണ്, വെരി ഗുഡ്, cos of kz minus omega t plus ഡെൽറ്റ ബി ഡെൽറ്റ ഇ എന്ന് എങ്ങനെ എഴുതാം? ഫൈ ഈക്വൽ ടു ഡെൽറ്റ ബി മൈനസ് ഡെൽറ്റ ഇ നമ്മൾ എഴുതിയാൽ ഡെൽറ്റ ബി ഇസ് ഈക്വൽ ടു ഫൈ പ്ലസ് ഡെൽറ്റ ഇ എന്ന് എഴുതാം. അപ്പം ഡെൽറ്റ ഇ ഇവിടെ ആദ്യം കിടക്കുന്നതിന് വേണ്ട ഡെൽറ്റ ഇ പ്ലസ് ഫൈ എന്ന് കിടന്നോട്ടെ. ഫൈ ഇൻറ്റു യൂണിറ്റ് വെക്ടർ വൈ. This is the final equation for the real part of the electric field and magnetic field. ഞാൻ ഇക്വേഷൻ നമ്പർ കൊടുത്തിട്ടില്ല. ഓക്കെ, അതിനൊരു ഇക്വേഷൻ നമ്പർ കൊടുത്തേര് നമുക്ക് ആവശ്യം വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 57 കൊടുക്കണേ. അതിന് മുമ്പ് ഈ 5 കൊടുത്ത് ഇതിന് 56 കൊടുത്തേര്. This is 57. 5 56 കൊടുത്തേക്കുക. അതിന് മുകളിലുള്ള ഒരു ഇക്വേഷൻ ഏത്? B0 e raised to I delta b equal to k by omega. അതിന് ഇക്വേഷൻ നമ്പർ 55 കൊടുത്തേരും. ഇനി ഇതിന്റെ ഫിഗർ റെപ്രസെന്റ് ചെയ്യണം. ഇപ്പൊ നോക്കിയേ, കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. നമുക്ക് പിക്ചറ്റോറിയൽ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വരച്ച എങ്ങനെയാവും? ഇത് നമ്മുടെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ഓർ ഇസഡ് ആക്സിസ്, ഇത് നമ്മുടെ എക്സ് ആക്സിസ്, ഇനി ഇങ്ങോട്ട് നമ്മളുടെ വൈ ആക്സിസ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇത് വരയ്ക്കാൻ അത്ര എളുപ്പം അല്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ട്. തിരിച്ചോടെ ഞാൻ മൈനസ് ഇസഡ് ആക്സിസ് നീട്ടി വരയ്ക്കുകയാണ്. ഓക്കെ, ദിസ് ഈസ് ഇസഡ്, ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് വൈ. നമ്മുടെ ഡയറക്ഷനെ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസിലാന്ന് പറയും. ഇവിടെ നമുക്കൊരു തുല്യമായ അകലം മാർക്ക് ചെയ്തു പോവാം. എക്സ് ആക്സിസിലാകുമ്പം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വരയ്ക്കാം, പക്ഷെ അറ്റിനുവേഷൻ സംഭവിക്കണം. ശരിയല്ലേ വരച്ചത്? ശ്രദ്ധിച്ചു വരയ്ക്കണം. ഇലക്ട്രിക് ഫീൽഡ് അറ്റിനുവേഷൻ സംഭവിച്ചു ഇമാജിനറി പാർട്ടിൻ്റെ ഇത് വെച്ച്. ഇനി ഇവിടെ ഞാൻ ഓരോന്നിലും സ്ട്രെയിറ്റ് ലൈൻ ആര കൊടുക്കുകയാണേ. ഇതിന്റെ മാക്സിമം പോയിന്റ് മാത്രം കൊടുത്താൽ മതി.
എല്ലായിടത്തും ആരോ കൊടുക്കാം. ഇതിനകത്ത് ഇങ്ങനെ കുറേ ആരോ വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിത് പറഞ്ഞു തരാനുള്ള എളുപ്പത്തിന് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നിടത്ത് അതിൻ്റെ ഇത് റെപ്രസെൻ്റ് ചെയ്ത്, അങ്ങനെയെങ്കിൽ ഇതാരോ ഇങ്ങോട്ട്, അങ്ങനെയെങ്കിൽ ബിനിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് വരയ്ക്കും? വൈ ഡയറക്ഷനിൽ വരയ്ക്കും. എവിടെ തുടങ്ങും? ഒറിജിനിൽ തുടങ്ങരുത്. അല്ലേ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? ഫേസ് ഡിഫറൻസ് ഉണ്ടെന്നാ പറഞ്ഞല്ലേ? ഒറിജിനെ തുടങ്ങി എന്നെ ആയി പോവും. ഇങ്ങനെ കൃത്യം ഇങ്ങനെ. നമ്മൾ ഇത് തന്നെയല്ലേ അവിടെയും വരച്ചത്? അതല്ല, ഇവിടെ ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ ഇത് 0 ആയപ്പോൾ ഇത് മാക്സിമത്തെ വന്നെന്ന് എനിക്ക് കാണിക്കാം, അല്ലേ? 1 എന്ന് കാണിക്കാം. അപ്പം എവിടെ നിന്നേലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന ഇത് മാക്സിമം ആകുന്നിടത്ത് ഇത് 0 ആക്കിയാൽ മതി. ഇത് 0 ആകുന്നിടത്ത് ഇത് മാക്സിമം, ഇത് മാക്സിമം ആകുന്നിടത്ത് ഇത് 0. ഓൾസോ അറ്റന്യൂവേഷൻ സംഭവിക്കണം. ഞാൻ വരച്ചത് ഈ പ്ലെയിനിലാണ് വരച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? വരയ്ക്കുന്നതിനൊരു ഇച്ചിരി പ്രയാസമുണ്ട്. സോ ഇവിടെ നമുക്ക് ഇത് വരയ്ക്കാം. അപ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടി. ഇത് 0 ആകുന്നിടത്ത് കണ്ടോ? മാക്സിമം 0 ആകുന്നിടത്ത് ഇതിൻ്റെ മാക്സിമം ഇത് വരയ്ക്കാനും പറ്റില്ല. ഇത് 0 ഇതിലൂടെ കടന്നു പോകണം. ഓക്കെ, ഇവിടെ വരെ നിൽക്കട്ടെ. അപ്പം നിങ്ങൾ ആ ഫേസ് വ്യത്യാസമുള്ള രീതിയിലൂടെ വരച്ചെടുക്കണം. സ്കെയില് വേണം ആക്ച്വലി ഇതിനകത്ത്. ഇങ്ങനെ കൃത്യം വരച്ചാൽ കൃത്യമായിട്ട് വരയ്ക്കും. ഈ ബോർഡിൽ നമുക്ക് കൈകൊണ്ട് ഇത്രയും നന്നായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. 0 നിൽക്കും, ഇങ്ങോട്ട് ഇച്ചിരി മാറ്റി വരയ്ക്കും. 0 വന്നപ്പോൾ മാക്സിമായി, ഇവിടെ 0 വന്നപ്പോൾ ഇതിൻ്റെ മാക്സിമായി, ഇവിടെ 0 വന്നപ്പം ഇതിൻ്റെ മാക്സിമായി. സോ ഇവിടെ കണ്ടോ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് റെഡ് കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻ എക്സ് ആക്സിസ്, മാഗ്നറ്റിക് ഫീൽഡ് ബി ഇൻ വൈ ആക്സിസ്, ആൻഡ് ബോത്ത് E and B are attenuated and there is a phase difference phi between delta B minus delta A. Clear? This is the electromagnetic wave through a conducting medium.